നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ കഠിനമായ പരിശീലന മുറകൾ ആരാധകർക്ക് മുന്നിൽ പലപ്പോഴും പ്രദർശിപ്പിച്ച് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബ്രസീലിയൻ ബോഡി ബിൽഡർക്ക് ദാരുണാന്ത്യം. ബോഡി ബിൽഡിംഗ് വേദിയിൽ വെച്ച് പരസ്യമായി തൻ്റെ കാമുകിയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയതിലൂടെയും ഇദ്ദേഹം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. റിക്കാർഡോ നൊളസ്കോ ഡോസ് സാൻറ്റോസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. റിക്കാർഡോയ്ക്ക് 31 വയസ്സായിരുന്നു പ്രായം. ഇദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ബോഡി ബിൽഡിംഗ് രംഗത്ത് സജീവമായിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ ദിവസവും അദ്ദേഹം തൻ്റെ കഠിനമായ വ്യായാമ മുറകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ ബ്രസീലിലെമ്പാടും ആയിരക്കണക്കിന് ആരാധകരുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു റിക്കാർഡോ. അദ്ദേഹം ഈയിടെയാണ് പരസ്യമായി തന്നെ ഒരു വേദിയിൽ വെച്ച് തൻ്റെ ട്രെയിനർ കൂടിയായ സബ്രീന വോൾമാൻ എന്ന തൻ്റെ പേഴ്സണൽ ട്രെയിനറോടാണ് അദ്ദേഹം വിവാഹാഭ്യർത്ഥന നടത്തിയത്. അതും പരസ്യമായ ഒരു വേദിയിൽ വെച്ച് തന്നെയാണ് എല്ലാ ആളുകളും നോക്കി നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ ഒരു അഭ്യർത്ഥന നടത്തിയത്. 2021 മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ട്രെയിനറാണ് ഇവർ. ഏതായാലും അവരും തനിക്ക് ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്ന് പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. റിക്കാർഡോ ബ്രസീലിൽ ഏതാണ്ട് 11ഓളം തവണ ഈ ബോഡി ബിൽഡിങ്ങിൽ അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വന്തം രാജ്യത്തിന് പുറത്തുമൊക്കെ തന്നെ നിരവധി ആരാധകരാണ് ഇദ്ദേഹത്തിനുള്ളത്. സമൂഹ മാധ്യമ എക്സിൽ തന്നെ ഏതാണ്ട് 13,000 ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിക്കുകയും ദിവസവും വളരെ കഠിനമായ വ്യായാമമുറകളാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നത്. ആ ജീവിതം തന്നെ ഇതിനുവേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. തൻ്റെ കാലുകൾക്കും കൈകൾക്കുമുള്ള ഈ അസാമാന്യമായ ആരോഗ്യ ശേഷി എങ്ങനെയാണ് താൻ കൈവരിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പല ദിവസങ്ങളിലായി ജനങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. തൻ്റെ പാത പിന്തുടർന്ന് ചിട്ടയായ ജീവിതം നയിച്ച് ഇത്തരത്തിലുള്ള ഒരു നല്ല ശരീരം സ്വന്തമാക്കിയെടുക്കാൻ അദ്ദേഹം എല്ലാവരോടും എപ്പോഴും ആഹ്വാനം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹം അന്തരിച്ചത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങും നടന്നിരുന്നു. സംസ്കാര ചടങ്ങിലൊക്കെ തന്നെ പങ്കെടുക്കാൻ നിരവധി പേരാണ് അവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാവി വധു വോൾമാൻ ആകട്ടെ ഇനിയും ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാര സമയവും മറ്റും അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ വിശദാംശങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല കായിക താരം എന്നുള്ളതിനുപരി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം എന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ബ്രസീലിൽ ഇത്തരത്തിലുള്ള ബോഡി ബിൽഡർമാർ കുഴഞ്ഞു വീണും മറ്റും മരിക്കുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. വാൻഡേഴ്സൺ ഡാ സിൽവ എന്ന ബ്രസീലിലെ മറ്റൊരു പ്രമുഖനായ ബോഡി ബിൽഡർ ഒരു ബോഡി ബിൽഡിംഗ് പ്രദർശനം നടക്കുമ്പോൾ തന്നെ വേദിയിൽ വീണ് മരിച്ചിരുന്നു. അദ്ദേഹം വേദിയിൽ വെച്ച് ആദ്യം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായി ജനങ്ങൾക്ക് തോന്നിയിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഡോക്ടർമാരെത്തി ചികിത്സിക്കാൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു വനിതാ ബോഡി ബിൽഡർക്കും സ്പെയിനിൽ കുറേ നാൾ മുമ്പ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു മരണമുണ്ടായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് കാരണമെന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. കാരണം ഇവർ പലരും അമിതമായി എക്സസൈസ് ചെയ്യുകയും ശരീരത്തെ ആവശ്യത്തിലധികം ഈ സൂക്ഷിക്കുന്നതിൽ അമിത ശ്രദ്ധ കാണിക്കുകയും ചെയ്തതാണോ, അത് മറ്റെന്തെങ്കിലും മരുന്നുകൾ അവർ കഴിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കേണ്ടി വരും. കാരണം ബോഡി ബിൽഡർമാരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിന് തന്നെയാണ് അവരെപ്പോഴും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കാറുള്ളത്. എക്സസൈസ് അമിതമായാൽ അത് ആരോഗ്യത്തിന് തകരാറുണ്ടാക്കും എന്നുള്ളതൊരു സത്യം മാത്രമാണ്. പക്ഷേ പലപ്പോഴും ഈ ബോഡി ബിൽഡർമാർ അത് മറന്നുകൊണ്ട് തങ്ങളുടെ ശരീരത്തിൻ്റെ ഈ ഒരു രൂപഭംഗി വരുത്തുന്നതിൽ അമിതമായി ശ്രദ്ധിക്കുകയും അങ്ങനെ വലിയ തോതിൽ ശരീരത്തിന് കേടുവരുന്ന രീതിയിൽ പോലും എക്സസൈസുകൾ ഏർപ്പെടുകയും ചെയ്യുന്നതാണോ ഇത്തരത്തിലുള്ള ഈ അപ്രതീക്ഷിത മരണങ്ങൾക്കെല്ലാം കാരണമെന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഏതായാലും റിക്കാർഡോയുടെ മരണം ബ്രസീലിലെ ബോഡി ബിൽഡിംഗ് ആരാധകരെ സംബന്ധിച്ച് തന്നെ വലിയൊരു തിരിച്ചടിയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ എന്ന് ജനങ്ങൾ കാത്തിരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ചില ഡെമോൺസ്ട്രേഷനുകളൊക്കെ തന്നെ നടത്തുമായിരുന്നു. എങ്ങനെ ശരീരം മെച്ചപ്പെടുത്താം എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നിരുന്നു. അവരെല്ലാവരും തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്.